ആശാ വർക്കർമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം അത് പലരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ രാപ്പകലില്ലാതെ സെക്രട്ടേറിയറ്റ് പടിക്കലാണ്. ഇതിനു മുൻപ് ഇത്തരം നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സർക്കാരുകൾ മുട്ടുമടക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പിന്തുണ ഈ സമരത്തിന് ഏറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട്. കാരണം അവരുടെയൊക്കെ വാക്കുകൾ, അവർ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ പറയുന്ന വാക്കുകൾ പലരുടെയും നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട്. ഈ സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മറ്റന്നാൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനം. എന്നിട്ടും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും സമരക്കാർ നൽകുന്നുണ്ട്. സമരത്തിന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയും ഏറുകയാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, സർക്കാരുമായി അവരത്ര സുഖത്തിലല്ല. കാരണം ധനമന്ത്രിയും മറ്റും അവർക്കെതിരെ പറഞ്ഞു എന്നൊരു ഫീൽ അവർക്കുണ്ട്. ആരോഗ്യമന്ത്രി പറയുന്നത് ഏറ്റവും കൂടുതൽ ഓണറേറിയം അടക്കം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് കൂടി വിശ്വാസയോഗ്യമായ ഒരു പരിഹാര ഫോർമുല അതുണ്ടാക്കുക സർക്കാരിൻ്റെ കടമയാണ്. കാരണം അവരും സമൂഹത്തിൽ ജീവിച്ചു പോകേണ്ട താഴേക്കിടയിലുള്ള ഒരു വലിയ സമൂഹമാണ്. എന്താണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി? എന്താണ് സർക്കാർ എന്തെങ്കിലും തരത്തിൽ ഇവരുമായി സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇതുവരെ അത്തരം ചർച്ചകൾക്കുള്ള വഴി സർക്കാർ തുറന്നിട്ടില്ല. ചർച്ചയാകാമെന്ന് പറയുമ്പോഴും എപ്പോഴാണ്, എങ്ങനെയാണ്? ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആശാവർക്കർമാർ ചൂണ്ടിക്കാട്ടുന്നത് ചർച്ച ആകാമെന്ന് പറഞ്ഞാൽ പോരാ, ചർച്ചയ്ക്ക് വിളിച്ചാൽ പോരാ. ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് കൃത്യമായ ഫോർമുല സർക്കാരിന്റെ പക്കൽ ഉണ്ടാകണം. ഒരു തവണ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തമായ ഒരു രൂപരേഖ അവരുടെ പക്കലില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം ധനവകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ ചർച്ച അലസിപ്പിരിയുകയായിരുന്നു. അവിടെയാണ് സമരക്കാർ വീണ്ടും പ്രകോപിതരായത്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എന്തിന് യോഗം വിളിച്ചു. കൃത്യമായ പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ മാത്രം ആരോഗ്യമന്ത്രി ഇടപെട്ടാൽ മതി, അതിനുശേഷം മാത്രം ചർച്ച മതി, അല്ല ചർച്ചാ പ്രഹസനം വേണ്ട എന്ന നിലപാടാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനും ഈ ധനവകുപ്പിന്റെ അനുമതി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യവകുപ്പിനും ഈ തുക അനുവദിക്കുന്ന ഓണറേറിയം കൂട്ടേണ്ടത് 24,000 രൂപയാക്കണമെന്ന ആവശ്യം, അത് എത്ര ആക്കണമെങ്കിലും അത് തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ്. സർക്കാരിന്റെ ഭരണപരമായ ഇടതുമുണ്ട് രാഷ്ട്രീയമായ തീരുമാനം അതിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് വ്യക്തമല്ല. പക്ഷെ സമരം ഓരോ ദിവസവും ശക്തിപ്പെടുകയാണ്. സമരക്കാർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കും പൂർണ്ണമായ അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ അവിടെ നിന്ന് പിന്നിൽ മാറില്ല എന്ന കടുത്ത നിലപാടിലാണ്. 20ാം തീയതി മറ്റന്നാൾ മഹാസംഗമം എന്ന പേരിൽ അവർ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാരെയും അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം സെക്രട്ടേറിയറ്റ്, ഇപ്പോൾ അവിടെ ഒരു രാപകൽ സമരമാണ്. അതിന് അപ്പുറത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു മാർച്ചിന് അവർ സന്നദ്ധരാകുകയാണ്, അല്ലെങ്കിൽ അവർ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ സമരം മറ്റു വഴികളിലേക്ക് മാറ്റാൻ അവർ ആലോചിക്കുന്നു. അതെന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സമരത്തിന് വലിയ പിന്തുണ ഏറുന്നു. രാഷ്ട്രീയ നേതാക്കൾ പലരും അവരെ സന്ദർശിക്കുന്നു. ഇന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെത്തിയിരുന്നു, നേതാക്കളെത്തിയിരുന്നു. ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ് സമരപ്പന്തലിലെത്തിയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും SUCI പോലുള്ള സംഘടനകളാണ് ഈ സമരത്തിന് ഒരു പരിധിവരെ, രാഷ്ട്രീയമെന്ന് പറയുമ്പോഴും അവരാണ് അതിന് ഒരു കോർഡിനേഷൻ നടത്തുന്നത്. അങ്ങനെ ഓരോ ദിവസവും സാമൂഹ്യ പിന്തുണ ഏറുകയാണ്. അവരുടെ സമരപ്പന്തലിലേക്ക് ആഹാരവുമായും വെള്ളവുമായും ഒക്കെ വരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം കൂടും. നമ്മൾ സെക്രട്ടറി സമരം കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലൊരു പൊതുസമൂഹം സമരങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ആശാ വർക്കർമാരുടെ സമരവും മാറുന്നു. തീർച്ചയായിട്ടും സർക്കാരിന് അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ മാറുകയാണ് ഓരോ ദിവസവും. അതാണ് സാഹചര്യം. ഏതായാലും സർക്കാർ കണ്ണടയ്ക്കരുത്. ആശാ വർക്കർമാരുടെ നീതി വേണം. അവർ ആവശ്യം ഉന്നയിക്കുകയാണ്. അവരും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്, ജീവിക്കാൻ അവകാശങ്ങളുള്ളവരാണ്. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ്. ഏതായാലും സമരത്തിന് പിന്തുണയേറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്.